പണ്ട് ദ്രുപദൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യം പാഞ്ചാല രാജ്യം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ദ്രുപദ രാജാവും ദ്രോണാചാര്യരും ഒരു ഗുരുകുലത്തിലാണ് പഠിച്ചിരുന്നത്. അവർ വലിയ കൂട്ടുകാരായിരുന്നു. ദ്രുപദൻ ഒരു രാജകുമാരനും ദ്രോണർ ഒരു പാവപ്പെട്ട വീട്ടിലെ ബ്രാഹ്മണ കുമാരനുമായിരുന്നു. എന്നാൽ ഗുരുകുലത്തിൽ വച്ച് ദ്രുപദൻ താൻ രാജാവാകുമ്പോൾ തന്റെ രാജ്യത്തിന്റെ പകുതി ദ്രോണർക്ക് നൽകി അവനെ സഹായിക്കാമെന്ന് വാക്ക് കൊടുത്തിരുന്നു. കാലം കഴിഞ്ഞപ്പോൾ ദ്രുപദൻ പാഞ്ചാല രാജ്യത്തിന്റെ രാജാവായി. ദ്രോണർ ആവട്ടെ ദാരിദ്ര്യത്തിലുമായി. അദ്ദേഹം ഒരു ദിവസം ദ്രുപദ രാജാവിനെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെത്തി. എന്നാൽ ദ്രോണരെ ദ്രുപദൻ അപമാനിച്ചാണ് വിട്ടത്. തന്റെ പഴയ സൗഹൃദം നിഷേധിക്കുകയും ചെയ്തു. എന്നാൽ ഈ അപമാനം ദ്രോണരെ വല്ലാതെ വേദനിപ്പിച്ചു. ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ദ്രോണാചാര്യരുടെ ശിഷ്യന്മാർ ദ്രുപദ രാജാവിനെ ബന്ദിയാക്കി കൊണ്ടുവരികയും ദ്രുപദൻ മോചിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ദ്രുപദ രാജാവിന്റെ പകുതി രാജ്യം അദ്ദേഹം ഏറ്റെടുത്തു. ഈ അപമാനം ദ്രുപദനും മറക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് അവർ ശത്രുക്കളായി മാറിയത്. ആ ദേഷ്യം തീർക്കാൻ വേണ്ടി ദ്രുപദ രാജാവ് ശക്തനായ ഒരു മകനെ ലഭിക്കാൻ വേണ്ടി അദ്ദേഹം വലിയൊരു പൂജ നടത്തി. ഈ പൂജ നടത്താനുള്ള കാരണം തന്നെ വലിയൊരു യുദ്ധത്തിലേക്ക് വഴിവെക്കുക എന്നതായിരുന്നു. യാഗാഗ്നി ആളിക്കത്തിയപ്പോൾ ആദ്യം ധീരനായ ദൃഷ്ടദ്യുമ്നൻ എന്ന മകൻ തീയിൽ നിന്ന് ഉയർന്നു വന്നു. പിന്നാലെ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ തീയുടെ നിറമുള്ള ഒരു പെൺകുട്ടിയും പുറത്തു വന്നു. അവൾ ജനിച്ചപ്പോൾ തന്നെ ഒരു ശബ്ദം കേട്ടു. ഈ പെൺകുട്ടി കുരുവംശത്തിന്റെ വലിയ നാശത്തിന് കാരണമാകും. അങ്ങനെ അഗ്നിയിൽ നിന്ന് അത്ഭുതകരമായി ജനിച്ച ഈ മകൾക്ക് അവളുടെ പിതാവായ പാഞ്ചാല രാജ്യത്തിലെ രാജാവിന്റെ മകൾ എന്ന അർത്ഥത്തിൽ പാഞ്ചാലി എന്ന പേര് ലഭിച്ചു. അഗ്നിയിൽ നിന്ന് ജനിച്ചത് കൊണ്ട് കൃഷ്ണ എന്നും ദ്രൗപന്റെ മകൾ ആയതുകൊണ്ട് ദ്രൗപദി എന്നും അവൾ അറിയപ്പെട്ടു. വലിയ ദുരന്തങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ് തനിക്ക് മുന്നിലുള്ളതെന്ന സൂചന ആ ശാപവാക്കുകളിൽ നിന്ന് അവൾക്ക് ലഭിച്ചിരുന്നു. ഇതാണ് ദ്രൗപദിയുടെ ജനന കഥ.